ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാൻ പറ്റിയിട്ടില്ല. നല്ലൊരു ചപ്പാത്തി എഗ്ഗ് റോളിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്നും ഇഡ്ഡലി ദോശ അപ്പമൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒന്ന് മാറ്റി പിടിക്കാം. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ആ ബട്ടറിൽ കടന്നിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോയി അതൊന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്കൊരു കുഞ്ഞ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതൊന്നും ഒരുപാട് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തതും തക്കാളിയുടെ ഉള്ളത്തെ കുരു വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം അത് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. എരിവിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, പകരം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ, പിന്നെ 2 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. സോസുകളിലൊക്കെ കുറേശ്ശെ ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. സോസുകളൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ചപ്പാത്തി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. 3 എണ്ണം ഞാൻ ചെയ്യണത് കേട്ടോ. അതിനായിട്ടൊരു 4 മുട്ട പൊട്ടിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ചെറിയ മുട്ടകളായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ 4 മുട്ട എടുത്തത്. പാൻ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ട കലക്കി വെച്ചിട്ടില്ല, അതൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ റൗണ്ട് ഷേപ്പിലായി വരില്ലേ. എന്നിട്ടത് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം. ചപ്പാത്തി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് 2 സൈഡിൽ നിന്നും ഒന്നും കൂടെ മടക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ രാവിലെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയത് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2-3 ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തതാണ്. ബാക്കിയുള്ളതും കൂടി അതുപോലെ ചെയ്തെടുക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതൊക്കെ എന്നും പറയണ എന്തിനാന്ന് വിചാരിക്കല്ലേ, എന്നും പറഞ്ഞാലും ചെയ്യാതെ കാണുന്നവരുണ്ട് ഗൈസ്. കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളെ ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ പറ്റിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.